വാൾ മിക്സർ ടാപ്പ് ഔട്ടായി ഇപ്പോൾ എല്ലാവരും ഡൈവേർട്ടറാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൈവേർട്ടർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർക്ക് അപാകത പറ്റിയിട്ട് ലെയ്ത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലെയ്ത്തിലേക്ക് വന്നിട്ട് ഷവറിൻ്റെ ആ ഒരു ഹോള് അല്ലെങ്കിൽ ആ ഒരു നോബ് വരുന്ന ഒരു ഭാഗം നമുക്ക് കുറച്ച് വലുപ്പം കൂട്ടി തരണം, ഇത് ആ നോബ് അങ്ങോട്ടേക്ക് ഇടാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരു പരാതി കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ടെക്ഹാക്ക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഡൈവേർട്ടർ ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഡൈവേർട്ടർ ഫിറ്റിങ്ങിൽ ചെറിയ അപാകതകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്രശ്നമില്ലാതെ തന്നെ ഹോൾ അടിക്കുന്ന ആ ഒരു പ്രശ്നം ലെയ്ത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പ്രശ്നമില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ എനാബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ അധികം മുഖവരില്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ചുമരിലേക്കാണ് നമ്മൾ ഡൈവേർട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഷവറിൻ്റെ ലൈൻ എടുക്കാറുണ്ട്, അതുപോലെ തന്നെ താഴത്തേക്ക് വാൾ സ്പൗട്ട്, അങ്ങനെ റൈറ്റ് സൈഡിലേക്കായിട്ട് വാട്ടർ ഇൻലെറ്റ് കണക്ഷനും അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു ടീ ഇട്ടിട്ട് ഹീറ്ററിൽ ഇൻലെറ്റ് കണക്ഷനും അതുപോലെ തന്നെ ഹീറ്ററിൻ്റെ ഔട്ടും എടുക്കാനുണ്ട്. അപ്പോൾ അതിനോട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഹൈറ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഹൈറ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഇഞ്ചിന് മുകളിലായിട്ട് 48 ഇഞ്ച് കവയാതെ 4 അടിയിൽ കൂടുതലാവാത്ത ഒരളവിൽ നമ്മൾ മാർക്ക് ചെയ്താൽ മതിയാവും. ഞാനിവിടെ മാർക്ക് ചെയ്തത് 44 ഇഞ്ചാണ്. അപ്പോൾ 44 ഇഞ്ച് സെൻറ്റർ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് 44 ഇഞ്ച് ടോപ്പായിട്ട് തന്നെ കിട്ടും. 2 ഇഞ്ചോളം ഫ്ലോറിങ് വരുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ആരോ മാർക്ക് നോക്കിയിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരോ മാർക്ക് മാറാതിരിക്കാൻ വേണ്ടി കമ്പനി മുകളിലായിട്ട് 2 സ്റ്റെപ്പും താഴെ 1 സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഈ ക്യാപ്പ് അഴിഞ്ഞ് പോയാൽ തന്നെ ഹൈറ്റ് മാറില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ ഞങ്ങൾ മാർക്ക് ചെയ്യാറില്ല, നമ്മൾ ഏകദേശം ഒരു അളവ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് പോകലാണ്. അപ്പോൾ വീഡിയോ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമാണ് ഞാനൊരു മാർക്ക് ഇടുന്നത്. ഇപ്പോൾ ഡൈവേർട്ടറിൻ്റെ കോൾഡ് വാട്ടർ ഇന്നായത് ഇതിൻ്റെ തന്നെ മുകളിലേക്ക് ഒരു ടീ ഇട്ടിട്ട് നമ്മൾ ഹീറ്ററിൻ്റെ കോൾഡ് വാട്ടർ ഇന്ന് കൊടുക്കും. അതുപോലെ തന്നെ ഡൈവേർട്ടറിൻ്റെ ഹോട്ട് വാട്ടർ ഇന്നാണ് ഈ ഒരു ഭാഗം. ആ ഒരു ഭാഗം നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഹീറ്ററിൻ്റെ ഹോട്ട് വാട്ടർ ഔട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ താഴേക്ക് കാണുന്ന ഈ ഒരു ഭാഗമാണ് വാൾ സ്പൗട്ടിലേക്ക് കൊടുക്കുന്ന ഒരു ഭാഗം. അതുപോലെ തന്നെ മുകളിലേക്കുള്ളത് ഷവറിലേക്കുള്ള പോയിന്റിലേക്കുള്ള ഭാഗം. മാർക്കിങ് കംപ്ലീറ്റ്. അപ്പോൾ കട്ട് ചെയ്തതിന് മുന്നോടിയിട്ട് ഇതിൻ്റെ അകന്നു ഞാൻ തുറന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ നോർമൽ ഇന്ത്യൻ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെക്കാട്ടി 2500-3000 രൂപ അധികം കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് മാത്രം എന്താ ഇവർ ഇത് ചെയ്തതെന്ന് നമുക്ക് കാണണമല്ലോ. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് അധികമായിട്ടൊന്നും ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറയാൻ മാത്രമൊന്നും തോന്നുന്നില്ല. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എനിക്ക് അത്ര വലിയൊരു ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റിയില്ല. പാർട്സിനൊക്കെ വില കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലേറ്റ് വാങ്ങുന്ന സമയത്ത് പ്ലേറ്റിന് വില കൂടുതലാണ്. അങ്ങനെ തന്നെ ഈ പുഷ് റോഡോ അല്ലെങ്കിൽ ആ ഷവർ കോക്കിന് വരുന്ന ഷവറിൽ വരുന്ന ആ ഒരു ഭാഗത്തേക്കുള്ള ഷവറിൻ്റെ പുഷ് റോഡ് വാക്കം ആ ഒരു വാൾവൊന്നും ഇതിന് ഇൻബിൾട്ടായിട്ട് വരുന്നില്ല. അപ്പോൾ അത്ര വലിയൊരു ഗുണമൊന്നും പറയാനില്ല. പിന്നീട് ഒരു പറയാനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ PVC പൈപ്പിൻ്റെ ആഴം കട്ട് ചെയ്ത ആഴം തന്നെ ഇതിന് ഏകദേശം മതിയാവുന്നുള്ളതാണ്. നമ്മൾ ആ സെൻറ്ററിൽ കട്ട് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കുഴിച്ചെടുക്കണ്ട. മറ്റുള്ള കമ്പനികൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കുഴിച്ചെടുത്തിട്ട് ആ ഒരു ഭാഗം ചരിഞ്ഞ് നിൽക്കാറുണ്ട്. പിന്നെയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മെയിൻ്റെനൻസ് കുറച്ച് എളുപ്പമാണ്. നമ്മൾ ബാക്കിയുള്ള ബ്രാൻഡുകളെല്ലാം വരുന്ന സമയത്ത് ഈ കവറിങ് അഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് സിമെൻറ്റൊക്കെ പറ്റി നമ്മൾ ആ ഒരു ഇതൊക്കെ അഴിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് ആ കാര്യത്തിലെല്ലാം കുറച്ച് ഗുണമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു ക്വാളിറ്റി പറയാനൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ബ്രാസ്ലെറ്റ് MT എന്ന് പറയും. നമ്മൾ PVC പൈപ്പ് അതുപോലെ തന്നെ ഡൈവേർട്ടർ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 3/4 ഇൻറ്റു 1/2 ഇഞ്ച് ആണ് സൈസ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 4 എണ്ണം വേണം. ഈ 4 ഭാഗത്തേക്കായിട്ട് ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കുള്ളത് ഗമ്മ് വെച്ച് ത്രെഡ് സീൽ ടേപ്പ് വെച്ച് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫിക്സിങ് രീതി വരുന്നത് ഈ ഹോളിലേക്ക് സ്ക്രൂ ചെയ്തിട്ടുള്ള രീതി. നമ്മളെ ഇന്ത്യൻ രീതിയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെ വെച്ചതിന് ശേഷം ആഴത്തിലേക്ക് ഇങ്ങനെ വെച്ച് പ്ലാസ്റ്ററിങ് ഈ മിനിമം മാക്സിമം എന്ന് പറയുന്ന ഒരു ലെവലിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെക്കും. പിന്നീട് അതിൻ്റെ മുകളിൽ ടൈൽ കൂടി വരുന്ന സമയത്ത് ആ മാക്സിമത്തിൻ്റെ മുകളിലേക്ക് എത്തും. അതുകൊണ്ടാണ് മിക്കവാറും ആൾക്കാർക്ക് ഈ ഹോള് പിന്നീട് ഇത് വലുതാക്കേണ്ടൊക്കെ വരുന്നത്. അപ്പോൾ എപ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അളവല്ല മിനിമത്തിൽ കൊണ്ടുവെക്കേണ്ടത്. ഈ കുറ്റി പോലെ നിൽക്കുന്ന ഈ ഒരു ഭാഗമില്ലേ, ഈ സാധനമാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ അളവിൽ കൊണ്ടുവെക്കേണ്ടത്. 1 സെൻറ്റിമീറ്ററോളം ടൈലും അതുപോലെ തന്നെ 1/2 സെൻറ്റിമീറ്റർ അതിൻ്റെ ഗ്രൗട്ടും വരുന്ന സമയത്ത് ഏകദേശം 1.5 സെൻറ്റിമീറ്ററോളം നമുക്ക് പിന്നെയും വരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു അളവിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ എത്തിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കാണുന്ന കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ഭാഗത്തേക്ക് പുഷ് റോഡിൻ്റെ ആ ഒരു ഭാഗം ഈ കമ്പനിയുടേത് പ്ലേറ്റിൻ്റെ കൂടിയാണ് വരുന്നത്. നമ്മൾ പിന്നീട് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിതൊന്ന് അടച്ചിട്ട് ഈ സെറ്റ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് സിമെൻറ്റ് അകത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഈ ഫ്രണ്ട് കവറിൻ്റെ മുകളിലും അങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കവർ ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് സിമെൻറ്റ് ഇട്ടതിന് ശേഷം ആരോ മാർക്ക് നോക്കി മുകളിലേക്ക് വരുന്ന വിധത്തിലാക്കിയിട്ട് ഒന്ന് ചെറുതായി അനക്കി അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കുറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം പഴയ ആ ഒരു പൊട്ടാതെ കിടക്കുന്ന പ്ലാസ്റ്ററിങ്ങിൻ്റെ ആ ഒരു ലെവലിലേക്ക് ആക്കി വെച്ചതിന് ശേഷം
തിരിയാനുണ്ടെങ്കിൽ തിരിച്ച് സെറ്റാക്കി വെക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി പോയാണ്. പൈപ്പ് SDR11 CPVC പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മിനിമം SDR11 ഉപയോഗിക്കുക. ഇതിൽ കുറഞ്ഞ SDR 13.5 ഒക്കെ വരുന്നുണ്ട്. മിനിമം എപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് SDR11 ഉപയോഗിക്കുക. കഴിയുന്നവർ PPR ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് CPVC ക്രോസ് ഓവർ എന്ന് പറയും. അപ്പോൾ നമ്മൾ രണ്ട് പൈപ്പ് ക്രോസ് ആയിട്ട് വരുന്ന സമയത്ത് അതിനെ കവച്ച് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് രണ്ട് ഉപകാരമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പൈപ്പ് ലാഭമാണ്, അതുപോലെ തന്നെ കട്ടിങ്ങും അത്ര തന്നെ ലാഭമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സാധനമാണ് നമ്മൾ ഫിറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. അതിനോടൊരു അളവെടുത്തതിന് ശേഷം CPVC ഗം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ 3/4 BT MTയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ വാൾ സ്പോട്ടിന് ആവശ്യമായ BT എൽബോ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ലോങ് ത്രെഡ് സ്റ്റോപ്പറാണ് വെക്കുന്നത്. അപ്പോൾ ഈ ലോങ് വെക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഷോർട്ട് ആണെങ്കിൽ ചില സമയത്ത് ടൈല് ഫില്ല് ചെയ്ത് വരുന്ന സമയത്ത് ഇത് അകത്തേക്ക് ആയതിനു ശേഷം പിന്നീട് എക്സ്റ്റൻഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എക്സ്റ്റൻഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് സിമെൻറ്റ് കയറി പൊട്ടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് പരമാവധി ലോങ് സ്റ്റോപ്പർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. കോൾഡ് വാട്ടർ ഇന്നിൽ ഒരു ടീ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹീറ്ററിലേക്കുള്ള കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ഹീറ്ററിലേക്കുള്ള വാട്ടർ ഇൻലെറ്റ് കണക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഹീറ്ററിൻ്റെ ഔട്ട്പുട്ട് ലൈനാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്ററിൻ്റെ ഔട്ട്പുട്ട് ലൈൻ നേരെ വരുന്നത് ഡൈവേർട്ടറിൻ്റെ ഹോട്ട് വാട്ടർ ഇൻ ലൈനിലേക്കാണ്. ആ ഒരു ഭാഗം കൂടി ഗമ്മിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഷവറാമ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഷവറാമ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണക്ഷൻ എടുക്കുക. അപ്പോൾ ഇത് അളവെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ ആ CPVC ക്രോസ് ഓവറിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് CPVC ഗം ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുണ്ടാവും. ചിലപ്പോൾ ആ ഒരു ഭാഗമൊക്കെ പൊസിഷനൊക്കെ നോക്കി തിരിച്ച് സെറ്റാക്കി മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞ ഹീറ്ററിൻ്റെ ഇൻലെറ്റ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ആവശ്യമായ ഒരു ക്രോസ് ഓവറും കൂടി കൊടുത്തിട്ട് ഇവിടെ നിന്നൊരു ടീ ഇട്ടിട്ട് പുറത്തേക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളാർ ഇന്നെടുക്കാൻ വേണ്ടി ഒരു സൗകര്യമായിരിക്കും. സോളാർ വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻലെറ്റ് കണക്ഷൻ എടുക്കാൻ വേണ്ടി സുഖമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ അത് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അവർ ഒരു ടീ ഇട്ടിട്ട് അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോൾ പൈപ്പൊക്കെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്തായിട്ട് പ്ലാസ്റ്റിങ് ചെയ്യുന്നതിന് മുന്നോടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവും അധികം കുഴിയാതെയാന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയിൻ്റ് വരുന്ന ഭാഗം പഴയ പ്ലാസ്റ്ററിങ് ലെവലിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പഴയ പ്ലാസ്റ്ററിങ്ങിൻ്റെ ലെവലിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇനി ടൈല് കൂടി വരുന്ന സമയത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയും വരില്ല. നമുക്ക് എന്ത് തന്നെയായാലും ആ പ്ലേറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ മുൻഭാഗത്ത് നമുക്ക് ലെവൽ ചെയ്യാൻ വേണ്ടി പറ്റും. മുകൾ ഭാഗത്ത് ഉരുണ്ട് വരുന്നതായതുകൊണ്ട് ലെവൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ രണ്ട് സൈഡും ലെവൽ ചെയ്തതിന് ശേഷം എല്ലാ ഭാഗവും ആണി അടിച്ചിട്ട് ഫിക്സ് ആക്കി കൊടുക്കുക. പരമാവധി സ്ട്രോങ് തന്നെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തും പ്ലാസ്റ്ററിങ് നല്ല ടൈറ്റിൽ കുറച്ച് ഗ്രൗട്ട് കൂട്ടിയിട്ട് സിമെൻ്റ് ഇട്ട് ഫില്ല് ചെയ്യും. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് പൈപ്പ് ബൾജാവാനുള്ള ചാൻസ് കൊടുക്കാതെ പരമാവധി ഫില്ല് ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഗ്രൗട്ട് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആയാലും പെട്ടെന്നൊന്നും പൈപ്പ് അങ്ങനെ പൊങ്ങി പോകാനുള്ള ചാൻസ് കുറവാണ്. മിക്കവാറും കേസുകളിൽ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ പൈപ്പ് അങ്ങനെ പാടെ പോകാറാണ് പതിവ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ PPR ഉപയോഗിക്കുക. കഴിയാത്തവർ ഈ CPVC വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ പരമാവധി ഇത്തരത്തിൽ ഫില്ല് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സിമെൻറ്റ് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് വരുന്നത് പിന്നെയും ഒരു 1/8 കുറഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ ആ ഒരു മിനിമം മാർക്കിനെക്കാട്ടി 1/8 കുറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുഴിച്ചിട്ടാണ് പ്ലാസ്റ്റിക് ചെയ്തതും പൊങ്ങി നിൽക്കണ്ട എന്നുള്ള കാരണം കൊണ്ട് കുറച്ച് കുഴിച്ചിട്ടാണ് പ്ലാസ്റ്റിക് എല്ലാ ഭാഗത്തും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളങ്ങ് ഡൈവേർട്ടറിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുള്ള ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പുതിയ വിഷയമായി വീണ്ടും കാണും വരെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.